എല്ലാ സുഹൃത്തുക്കൾക്കും തീറ്റ പ്രാന്തന്മാരുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഞണ്ട് കറിയാണ്. ഞണ്ടിറക്കി പെരളൻ എന്നാണ് വേണിച്ചേട്ടന് പേരിട്ടിരിക്കുന്നത്. ഇത് മൂപ്പരുടെ സ്വന്തം റെസിപ്പിയാണ്. അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 1.5 കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വൃത്തിയാക്കിയതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ, 1.5 കിലോ. പിന്നെ വേണ്ടത് ഒരു 4 സവാളയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, കുരുമുളക് ഇതെല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുത്താണിത്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു വലിയ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ഒരു ഫുള്ള് വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് അധികം വെള്ളമില്ലാതെ അരച്ചെടുത്തിരിക്കുന്നതാണിത്. ഇത് കൂടാതെ ഒരു 15 ചെറിയ ഉള്ളി ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഫുൾ കുടംപുളി കീറിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. പുളിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇപ്പോൾ കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്ന ആദ്യത്തെ ആവശ്യത്തിനുള്ളതാണ്. പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർക്കും വേറെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് വെക്കാം. അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഇവിടെ ചേട്ടായിക്ക് എല്ലാം കൈക്കണക്കുക. പുള്ളിയോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക, അതെത്ര ഇട്ടു, ഇതെത്ര ഇട്ടു എന്നുള്ളത്. വേറെ ലെവലാ പുള്ളി, മരണമാസ. ആദ്യം കാണിച്ച കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയി, 2 തക്കാളി കൂടെ വേണം. അതിവിടെ നന്നായിട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചോപ്പറിലിട്ട്. സവാള ഇപ്പോൾ ഒരു പരുവത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചേർക്കാം. 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 4.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത് നമ്മളിവിടെ വീട്ടിൽ പൊടിച്ചതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലകളുടെയൊക്കെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റണം. തീ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ മസാലയെല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. അതിങ്ങനെ പിച്ചിപ്പറിച്ചിടണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാർ കുടംപുളി എടുത്ത് കളയുന്നു. കുടംപുളി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബാഡ് കൊളസ്ട്രോളിനെയൊക്കെ കുടംപുളി നന്നായിട്ട് കുറയ്ക്കും. ഉപ്പ് കുറച്ച് കുറവുണ്ട്, ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം കൂടെ വേവട്ടെ. ഇപ്പോൾ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. മസാലയൊക്കെ എല്ലായിടത്തും ആവണം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ അത് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങും. വേണിച്ചേട്ടനതെല്ലാം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അവിടെ ഞങ്ങൾ വേവട്ടെ വന്നു. ഇതിപ്പോൾ ഒരു 4 മിനിറ്റായി അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഷാൻ്റെ ബഹളമാണ് കേൾക്കുന്നത്. അതിനോടൊക്കെ നല്ലതാണ്. കുറച്ച് വെള്ളം കുറവുണ്ട്. നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി കുറച്ച് നേരം തുറന്ന് വെച്ച് നമുക്ക് വേവിക്കാം. ഈ വെളുത്ത് കാണുന്നതെല്ലാം ചുവന്ന കളറാവും. അതാണ് ഞണ്ട് വേവുന്നതിൻ്റെ പാകം. ഇപ്പോൾ നമ്മൾ തുറന്ന് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. കുറച്ച് തീ കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഞണ്ടിറക്കി പെരളൻ. നല്ല ചൂടുണ്ട്. നോക്കട്ടെ. നല്ല അടിപൊളി. ഉപ്പ്, പുളി, മസാല എല്ലാം പാകത്തിനുണ്ട്. നല്ല എരിവുണ്ട്. നമ്മളെ ഷാപ്പിലെ ഞണ്ട് കറി കഴിക്കുന്ന പോലെ ഉണ്ട്. അടിപൊളിയാണ് ചേട്ടാ. കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അടിപൊളിയായിരിക്കും. പിന്നെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
കൂടാതെ കുറച്ച് വെളിച്ചെണ്ണ മുകളിലൊന്ന് തൂവി കൊടുക്കുക. ഫൈനൽ ടച്ച്. ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഷാൻ്റെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ടാ? അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഐറ്റമാണ്. ഷാപ്പിലെ ഞണ്ട് കറി കഴിക്കുന്ന പോലെ ഉണ്ട്. സൂപ്പറാണ്. ഇഷാൻ്റെ ഭാഷയെ പറഞ്ഞാൽ വേണുവണ്ണാ സൂപ്പർ. അപ്പോൾ തീറ്റ പ്രാന്തന്മാരെന്ന ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഐറ്റമായിട്ട് ഉടനെ കാണാം. ബായ്.